എൻ്റെ പേര് ഫ്രാൻസിസ്. സുഗന്ധഗിരിയിൽ പ്രീസ്റ്റ് ഇൻചാർജ് ആയിട്ട് ഇപ്പോൾ സേവനം ചെയ്യുകയാണ്. 18 വർഷമായ വൈദിക ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തി അടഞ്ഞ ഒരു ജീവിതമാണ്, ഒരു മിനിസ്ട്രിയാണ് ഇപ്പോൾ ഈ സുഗന്ധഗിരിയിൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ എല്ലാം ഈ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വിശ്വാസികളും മറ്റുള്ള അംഗങ്ങളെല്ലാം മറ്റു മതസ്ഥരുമെല്ലാം നല്ല സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ ഇവിടെ വന്ന് മിനിസ്ട്രി ആരംഭിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് പേർ കഷ്ടപ്പാടും ദുരിതങ്ങളിലുമാണ് ഇപ്പോഴും ജീവിക്കുക. നമ്മളുടെയൊക്കെ ഈ നൂറ്റാണ്ടിൽ തന്നെയാണോ ഇവർ ജീവിക്കുന്നതെന്ന് പോലും സംശയിച്ചു പോയിട്ടുണ്ട്. കാരണം ഗവൺമെൻറ് ഇവർക്ക് ഒരുപാട് സ്ഥലം അനുവദിച്ച് നൽകിയിരുന്നെങ്കിൽ 5 ഏക്കറോളം സ്ഥലമെല്ലാം അനുവദിച്ചു ഇവരിനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടൊരു പരിശ്രമം നടത്തിയിരുന്നുവെങ്കിലും അവർക്കതിലൊരു അവകാശം ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ ദോഷഫലങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. ഈ പ്രദേശവാസികളെല്ലാം 5 ഏക്കർ കിട്ടിയിട്ടും ഒരു മരം മുറിച്ച് നല്ലൊരു കൃഷി നടത്താൻ പോലും സാധിക്കുന്നില്ല. കാട്ടുപന്നികളും ആനയും മറ്റുള്ള വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ഒന്നും തന്നെ വളർത്തിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ കാട്ടിൽ ജീവിക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെയുള്ള ജനമെല്ലാം അനുഭവിക്കുക. ഇവിടെ ഇപ്പോഴും ആ വിശ്വാസമെല്ലാം ഉണ്ട് എന്ന് കാണുമ്പോൾ ആ വിശ്വാസികളുടെ ഒപ്പമായിരുന്നു പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോഴെല്ലാം വളരെ സന്തോഷം നൽകുന്നു. ആഴ്ചയിൽ ഒരു ദിവസമേ ഇവിടെ വരാനായിട്ട് പറ്റുന്നുള്ളൂ എങ്കിൽ പോലും അവരുടെ ആ വിശ്വാസ രീതികളും അവരുടേതാവുന്ന വലിയൊരു തീക്ഷ്ണതയും എല്ലാം കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. എൻ്റെ പേര് സിസ്റ്റർ അനറ്റ്. ഞങ്ങൾ സ്രേൻസ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് അമലോത്ഭവ മാതാവിൻ്റെ സ്രേൻ സഭയിൽപ്പെട്ട ഞങ്ങളാണ്. ഇത് സിസ്റ്റർ ശോഭിത, സിസ്റ്റർ ദീപ. ഞങ്ങൾ വൈത്തിരി ഗുഡ്ചപ്പേട് ഹോസ്പിറ്റലിലെ കോൺവെൻറ്റിൽ ആണ് ഞങ്ങളിപ്പോൾ കമ്മ്യൂണിറ്റി. ഞങ്ങൾ ഈ സുഗന്ധഗിരി മിഷനിൽ ഞങ്ങൾ ആണിപ്പം സുഗന്ധഗിരി മിഷനിൽ പ്രവർത്തനം നടത്തുന്നത്. സുഗന്ധഗിരി ഫാത്തിമ മാതാ പള്ളിയിൽ ഞങ്ങൾ സേവനം ചെയ്യുന്നു. ഞങ്ങളുടെ വികാരി അച്ഛനുണ്ട് കൂട്ടത്തിൽ, ഫാദർ ജോൺസൺ കൊച്ചുപറമ്പിൽ. പിന്നെ അവിടുത്തെ പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഉണ്ട്, സിറിലേട്ടനുണ്ട്. അപ്പം ഞങ്ങൾ ബാബിലോൺ കുടുംബ യൂണിറ്റിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ആഴ്ചയിലൊരു കുടുംബയോഗം വെച്ചുണ്ട്. അപ്പം മഴ അവസരമായതുകൊണ്ട് മഴക്കെടുതികളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ യൂണിറ്റിലേക്ക് പോകാൻ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇലക്ട്രിക് ലൈനുള്ള പൊട്ടി അതിൻ്റെ മുകളിൽ മരം വീണു. അപ്പം ഞങ്ങൾക്കിപ്പോൾ അങ്ങോട്ടുള്ള യാത്ര നടക്കുകയില്ല. ലൈനൊക്കെ ഇങ്ങനെ പൊട്ടിക്കിടക്കുകയാണ്. അപ്പം ഒരു ചെറിയ വണ്ടിക്ക് പോലും പോകാൻ പറ്റില്ല. പോസ്റ്റ് മറിഞ്ഞു വീണിട്ടുണ്ട്. അതോടൊപ്പം പക്ഷെ അവർ ലൈനൊക്കെ മാറ്റിയിട്ടുണ്ട്, മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അപകട മേഖലയാണ് പ്രദേശത്തേക്ക്. ഇവർക്ക് വൈത്തിരിയിലേക്കുള്ള ഏക വഴിമാർഗം എന്ന് പറയുന്ന ഇതാണ്. 1500 ഹെക്ടറിൽ ചുറ്റിപ്പെട്ടിരിക്കുന്ന നമ്മുടെ സുഗന്ധഗിരി അതിമനോഹരമായ സ്ഥലമാണ്. എങ്കിലും നല്ല വെള്ളച്ചാട്ടങ്ങളും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പോകുമ്പോൾ അട്ട, ആന, കരടി അങ്ങനെ ഫോറസ്റ്റിൽ വരുന്ന വലിയ മൃഗങ്ങളൊക്കെ നമ്മൾ ശല്യം ചെയ്യാറുണ്ട്. എങ്കിലും നമ്മുടെ ഈ മിഷൻ പ്രവർത്തനം ഏറെ സ്നേഹത്തോടു കൂടി പോകുന്നു. ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ള അതിമനോഹരമായ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഇതും ബാബിലോൺ യൂണിറ്റിൻ്റെ ഭാഗമാണ്. സുഗന്ധഗിരിയിലെ 4 യൂണിറ്റിൽ വരും ഈ പ്രദേശം. ഇതിങ്ങനെ മുകളിലേക്ക് കാടുകളാണ്. അവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്.
ഇതും ഉരുൾപൊട്ടലിൻ്റെ ആ സമയത്തൊക്കെ ഇവിടെ പല അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീടെല്ലാം 2019 പ്രളയത്തിൽ ആ വീടൊക്കെ ഒലിച്ചുപോയി. അപ്പോൾ അതോടുകൂടി അവർക്ക് ഈ സ്ഥലം തന്നെ വാസയോഗ്യമല്ലാതായി മാറുക ചെയ്തത്. നമ്മളിപ്പോൾ ഇങ്ങനെ വന്നെങ്കിലും ഞങ്ങൾക്ക് കുടുംബ യൂണിറ്റിലെ പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാരണം ഇത് കാടാണ്. ഇതിന് ഇങ്ങോട്ട് റോഡുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മരമൊക്കെ വീണ് വഴിയൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ എന്നാലും ഞങ്ങൾ വരും. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയിൽ ഞങ്ങൾ പതുക്കെ കൊന്തയൊക്കെ ചെല്ലി ഞങ്ങൾ വരും. പക്ഷേ ആനയുണ്ട്, മൃഗങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഈ പ്രദേശത്തെ നമ്മുടെ കുടുംബങ്ങൾ അവരുടെ ആ ഒരു വിശ്വാസം നമ്മളായിട്ട്, അതുകൊണ്ട് നമ്മൾ അവരോടൊപ്പം ആ ഒരു ഈ ത്യാഗത്തിൽ നമ്മൾ അവരോടൊപ്പം പങ്കുചേരും. ഇപ്പോൾ ഇവിടെ വഴി ബ്ലോക്കാണ്, മരം വീണെങ്കിലും നമ്മൾ പോകും. നമ്മൾ പോയിട്ട് നമുക്ക് അങ്ങ് പറ്റുന്നോടം വരെ നമ്മൾ പോകും. പോയിട്ട് നമ്മൾ തിരിച്ചു വരും. ഇറങ്ങാൻ പറ്റുന്നിടത്തോളം, നടക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ പോകും. ഒരു മിഷണറി ആവുക എന്നുള്ള ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പഠിച്ചത് തന്നെ ഒരു ഉർസ്ലൈൻ കോൺവെൻറ്റൽ സ്കൂളിലാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. +2 ശേഷം എനിക്കൊരവസരം കിട്ടി കോൺവെൻറ്റിൽ ചേരുവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആദ്യമായിട്ട് ഞാൻ കടന്നു വരുന്നത് സുഗന്ധഗിരി എന്ന ഈ സ്ഥലത്തേക്കാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സുഗന്ധഗിരി എന്നുള്ളത് ഒരു ഗ്രാമമാണ്. അവിടെ കറണ്ടില്ല, ഫോണില്ല, വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി യേശുവിന് വേണ്ടി വേല ചെയ്യുക എന്നുള്ളത് എനിക്കേറെ സന്തോഷം പ്രദാനം ചെയ്തു. ഞാനെങ്ങനെ ഇവിടേക്ക് കടന്നു വന്നു. ഓരോ വീടുകളിൽ പോയി സന്ദർശിക്കുകയും രോഗികളെ കാണുകയും അവരുടെ ജീവിത പശ്ചാത്തലം കാണുകയൊക്കെ ചെയ്യുമ്പോൾ അവരോട് കൂടി ആയിരിക്കുന്ന അവസരത്തിൽ അവർക്ക് യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, യേശുവിൻ്റെ സ്നേഹവും വിശ്വാസത്തിലൊക്കെ അവരെ വളർത്തിയെടുക്കുവാനും കിട്ടുന്ന അവസരങ്ങളുള്ളപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് അവരോടൊപ്പം ആയിരിക്കുന്നതിൽ. സുഗന്ധഗിരിയിലെ ജനങ്ങൾ വളരെ സ്നേഹമുള്ളവരാണ്. അവർ മിഷണൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അപ്പോൾ യേശുവിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അവരുടെ അടുത്ത് വീടുകളിലേക്ക് വരുമ്പോൾ അവരേറെ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെ സ്വീകരിക്കാറുള്ളത്. ഞങ്ങൾക്ക് അതുപോലെ തന്നെ അവിടെ പോകുന്നതിനും വലിയ സന്തോഷമുണ്ട്. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കരുതലിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരേറെ സ്നേഹത്തോടു കൂടി അത് സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു മിഷണറി പ്രവർത്തനത്തിൽ ഏറ്റെടുക്കുവാനും മിഷണറി ആകുവാനും ആഗ്രഹിച്ചത്. ഞാൻ ദൈവത്തിന് ഓരോ നിമിഷവും നന്ദി പറയുന്നു. ഇത് ഞങ്ങളുടെ മനുഷ്യ രക്തം ഊറ്റി കുടിക്കുന്ന അട്ടയാണ്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ തിരുസുതനോടെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തി പാടുന്നു. ഇത് ബാബുലോൺ യൂണിറ്റിൽപ്പെട്ട ഒരു കുടുംബമാണ്, വീടാണ്. ഇവരുടെയൊക്കെ ഈ പ്രദേശത്തെ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഈ ഏരിയയിൽ ഇവരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ വീടുകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കൂടി ആന ഇതിലേക്കൂടെ വന്ന് ഇങ്ങനെ ഈ ഷീറ്റൊക്കെ തല്ലിപ്പറിച്ച് പോവുക ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് ഈ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ഇവർക്ക് വീടിനുള്ളതായ സാമ്പത്തിക സഹായങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ അതും എല്ലാവർക്കും അതിൻ്റെതായ ഒരു രീതിയിലുള്ള ഗുണം ഇവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീട് കണ്ടോ, സ്ഥലം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഏരിയയിൽ തന്നെ. പക്ഷേ
ഈ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് വീട് ഇവിടെ പണിയാൻ പറ്റത്തില്ല. പണിതാൽ തന്നെ ആന ഇങ്ങനെ കയറി ഇറങ്ങി ഇവർക്ക് പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ കണ്ടോ, കറണ്ടില്ല. ഇപ്പോൾ 5 ദിവസമായി ഇവിടെ കറണ്ട് പോയിട്ട്, കറണ്ടില്ല. ലൈനൊക്കെ ഇങ്ങനെ പൊട്ടി. ഇപ്പോൾ പ്രത്യേകിച്ച് മഴയും കൂടി ആയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്ക്. എന്നാലും ഇവർ ഇതൊക്കെ തരണം ചെയ്ത് ഒരു ഞായറാഴ്ച പള്ളിയിൽ വരികയും അങ്ങനെ നമ്മളോടൊപ്പം സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ തൊഴിലുറപ്പാണ് ഇവരുടെ ജീവന മാർഗം. അതും പിന്നെ ഇപ്പോൾ ഒരു 2 ആഴ്ചകളായിട്ട് അവർക്ക് അതില്ല. കാരണം മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ ഒരു 100 ദിനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അവർക്കതില്ല. പിന്നെ തന്നെയല്ല, അവർക്ക് അതിൻ്റെ ആ പിന്നെ ഇവരുടെ ആ തൊഴിലുറപ്പിൻ്റെ വേതനമാണെങ്കിലും കിട്ടാനായിട്ട് താമസമുണ്ട് ഇവർക്ക്. അപ്പോൾ അതും ഇവരുടെ കുടുംബജീവിതത്തെ ഒത്തിരി ബാധിക്കുന്നുണ്ട്. കാരണം അനുദിനമായിട്ട്, കാരണം ഇവർക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റിയല്ല. ഇതാണ് അവസ്ഥ. അപ്പം ഇത് ഏകദേശം മിക്കവാറും ഈ പ്രദേശത്തുള്ള വീടുകളൊക്കെ ഇതേപോലെ തന്നെയാണ് അവസ്ഥയിൽ. അപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം. കറണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറാം. ഇവർക്ക് ശരിക്കും ലൈഫ് മിഷൻ്റെ വീട് പാസ്സായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ നേരത്തെ പോയ ആ കുന്നിൻ്റെ മുകളിലാണ്. അവിടെ അവർക്ക് അവരുടെ സ്ഥലം കിടപ്പുണ്ട്, 5 ഏക്കർ സ്ഥലം. പക്ഷേ അവർക്ക് അവിടെ വീട് വെക്കത്തില്ല, ഉരുൾപൊട്ടി ഇതിൻ്റെ മുകളിലായിട്ട്. ഇവർക്ക് ഇവിടെ ഒരു 10-15 സെൻറ്റ് സ്ഥലം അളന്ന് കൊടുത്തിട്ടുണ്ട് വീടിന്. പക്ഷേ ഇവിടെ കെട്ടാനായിട്ട് ഈ പ്രദേശത്തേക്ക് നിരപ്പായിട്ടുള്ള സ്ഥലമുണ്ട്. പക്ഷേ ലൈഫ് പാസ്സായിട്ടുണ്ട്. അത് സമയമെടുത്ത് ഇവർക്ക് വീട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ മഴക്കാലങ്ങൾ വരുമ്പം അത് തരണം ചെയ്യണം. അതാണ് ഇവരുടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ട്. ഞങ്ങളിവിടുത്തെ ഭവന സന്ദർശനത്തിൽ വന്നതായിരുന്നു. അപ്പോൾ മഴയായിരുന്നു. അപ്പോൾ തണുത്ത് കുറച്ച് ഇവിടെ കയറി വന്നതാണേ. അപ്പോൾ അട്ടയൊക്കെ കടിച്ച് ഇങ്ങനെ ഞങ്ങളിവിടെ കയറി വന്നത്. പക്ഷെ എന്നാലും മേരി ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ മേരി ചേച്ചി ഞങ്ങൾക്ക് നല്ല കട്ടൻ ചായയൊക്കെ അനക്കി ഇങ്ങനെ ഞങ്ങൾക്ക് തന്നു. യോസേട്ടനെ പുറത്തേക്ക് എങ്ങാണ്ട് പോയത്. അപ്പോൾ മേരി ചേച്ചി ഇവിടെ ഉള്ളൂ. പിള്ളേരെ 2 പേരെയും, ഒരു മോനും ഒരു മോളും ഉണ്ട്. അപ്പോൾ അവർ 2 പേരെയും കെട്ടിച്ചു വിട്ടു. അപ്പോൾ ഇവിടെ ഈ ഒരു വീടിനകത്ത് 2019 മുതൽ അവർ ഈ ഷെഡിനകത്താണ്. 2019 പ്രളയത്തിലാണ് അവർ ഈ വീട്ടിലേക്ക് മാറിയത്. ചേച്ചി ഞങ്ങളെ നല്ല ചൂട് ചായയൊക്കെ തന്ന് സ്വീകരിച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ കുടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ചൂടൊക്കെ ആയി ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പോവും. ഞങ്ങളിപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം ചേച്ചി ചായയൊക്കെ തന്നപ്പോൾ ആ ചായയൊക്കെ കുടിച്ച് ഞങ്ങളൊന്ന് കൂടായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. പക്ഷേ ഭയങ്കര ദാരിദ്ര്യമായി ചേച്ചിയുടെ വീട്ടിൽ. ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ. പക്ഷേ എന്നാലും അവരുടെ ആ സ്നേഹം കാണുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇവരെ നമുക്ക് അങ്ങോട്ട് മറക്കാനോ ഒഴിവാക്കാനോ പറ്റിയല്ല. കാരണം ഇവർ ഇത്രയും കഷ്ടപ്പെട്ടാണ് അവരുടെ ആ ഒരു വിശ്വാസ ജീവിതം കാത്തു പരിപാലിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടാണ് അവർ. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ സൂന്ദഗിരി പള്ളിയിലേക്ക്. എല്ലാ ഞായറാഴ്ചയും അവർ മുടങ്ങാതെ പള്ളി വരും. അപ്പോൾ ഞങ്ങൾ ഓർക്കും, ഇപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഈ സന്ദർശനം ഈ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വിചാരിക്കും അവരുടെ ആ ഒരു വിശ്വാസ ചൈതന്യം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതൊരു നമ്മുടെ ഒരു പ്രേക്ഷിത മേഖലയായിട്ട് അല്ലെങ്കിൽ ഒരു മിഷനായിട്ട് ശരിക്കും നമ്മൾക്കൊരു കോഴിക്കോട് രൂപതയുടെ തന്നെ ശരിക്കും ഒരു മിഷൻ ഏരിയയാണിത്. കാരണം അത്രയും ദാരിദ്ര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ എന്നാൽ അവർ ആ വിശ്വാസം കാത്തു പരിപാലിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഞങ്ങളിവിടെ വരുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഇവരുടെ ഒരു ജീവിതം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് സന്തോഷപ്രദമാണ്. കഷ്ടപ്പാടുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവരതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു കുടുംബമാണ് അവർ. വൈത്തിരി പാരീഷിൻ്റെ സബ്സ്റ്റേഷനാണ്. അപ്പോൾ അച്ഛന്മാർക്ക് അവിടെ വരാൻ ബുദ്ധിമുട്ട് വരുമ്പോഴെല്ലാം നമ്മളിവിടെ മറ്റുള്ള വൈദികരാണ് സേവനം ചെയ്യാനായിട്ട് പോവുക. ജോൺസൺ അച്ഛൻ വികാരിച്ചനായിട്ട് സേവനം ചെയ്യുമ്പോൾ അച്ഛനെ സഹായിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് വേറൊരു ഭാഗ്യം. മാത്രമല്ല ഇവിടെയുള്ള സിസ്റ്റേഴ്സ്, മുസ്ലിം സിസ്റ്റേഴ്സാണ് ഇപ്പോൾ ഇവിടെ മിഷണറി പ്രവർത്തനം നടത്തുന്നത്. അവർ രാവും പകലും ഈ ജനത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു. വീട് സന്ദർശനമൊക്കെ നടത്തുമ്പോൾ
അതും ഒരു ഭാഗത്ത് ഇവരുടെ ഭൗതിക വളർച്ചയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും സഹായകരമായിട്ട് മാറുന്നുണ്ട്. എന്നിരുന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് സഭയ്ക്ക്, സംസ്ഥാനത്തിന്, മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നൊരിടമാണ് ഇവിടെ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പലപ്പോഴും പല ഇടവകളിൽ നിന്നുമെല്ലാം ഞാൻ ആളുകളെ കൊണ്ടുവന്ന് ഇവരുടെ ഒപ്പമായിട്ടുള്ള ഒരു ജീവിത രീതികളും വിശ്വാസവും എല്ലാം കൂട്ടിച്ചേർക്കാറുണ്ട്. ഇവരുടെ വിശ്വാസം മറ്റുള്ളവർക്ക് മാതൃകയാക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു തലങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ഇടവകയിലെ ജോസേട്ടനെ തേസി ചേച്ചിയുടെ വീടാണ്. ഇവരാണ് നമുക്ക് സുഗന്ധഗിരി പള്ളി പണിയാൻ വേണ്ടിയിട്ട് സ്ഥലം തന്നത് ആൾക്കാർ. ഈ ചേട്ടനാണെങ്കിൽ ഇപ്പം സുഖമില്ല, ഷുഗർ കൂടിയിട്ട് കാലിനാണെങ്കിൽ സുഖമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ്. നമ്മളിപ്പം ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേൾക്കാനും ഇവരുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുകയാണ്. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്ലാവനത്തിൽ ഉൾപ്പെടുത്തി ദൈവത്തിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളെ സംബന്ധിച്ച് നമ്മളിന്ന് രാവിലെ മുതൽ നമ്മുടെ മിഷൻ മേഖലയിൽ സുഗന്ധഗിരിയിലായിരുന്നു. അവരുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ പോകാനും അവരുടെ ആ ഒരു ജീവിത സാഹചര്യത്തെപ്പറ്റി കാണാനും മനസ്സിലാക്കാനും നമ്മളുടെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മളവിടെ പോകുന്നതാണ്. ഇന്നും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു. ഞങ്ങളുടെ ആ മിഷൻ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വിശ്വാസം അവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭവന സന്ദർശനമായിരുന്നു. അതിൽ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. കാരണം ഞങ്ങളുടേതായ പ്രവർത്തന മേഖലകളുണ്ട്, ആതുരാലയങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, പാരീഷ് ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ആ സുഗന്ധഗിരി പാരീഷിലെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ആത്മനിർവൃതി തരുന്നതാണ്. കാരണം ആ ഒരു പാവപ്പെട്ട കുടുംബങ്ങൾ അവിടെ ഒരു 45-50ഓളം കുടുംബങ്ങളുണ്ട്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച കുടുംബങ്ങളാണ്. പക്ഷെ അവരുടെ ആ ഒരു എളിയ ജീവിതം ദാരിദ്ര്യം നിറഞ്ഞതാണെങ്കിൽ പോലും പക്ഷെ അവരുടെ ആ ആത്മസംതൃപ്തിയോടുകൂടിയുള്ള ആ ഒരു ജീവിതം, ഒരു സന്തോഷപ്രദമായൊരു ജീവിതം നമുക്കും ഒരു നിർവൃതിയാണ്. ഞങ്ങളുടെ ഒരു മിഷൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ മിഷനറി ജീവിതത്തിലെ മിഷൻ പ്രവർത്തനങ്ങളിൽ ഇത് ഞങ്ങൾക്ക് ഏറ്റവും ഒരു നിർവൃതി, ഒരു സന്തോഷം പകരുന്നതാണ്. എല്ലാ മിഷൻ പ്രവർത്തനങ്ങളോടൊപ്പം ഈ ഒരു മിഷൻ പ്രവർത്തനവും ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാവപ്പെട്ട കുടുംബങ്ങളോടുകൂടി ആയിരിക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം പ്രവർത്തിക്കാനും സാധിക്കുന്നതിൽ നിറഞ്ഞ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേഖലയിൽ, സുഗന്ധഗിരി മേഖലയിൽ ആയിരിക്കുന്നതിനും അവരോടൊപ്പം പ്രവർത്തിക്കുന്നതിനും ഞങ്ങൾക്ക് തികഞ്ഞ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സിസ്റ്റർ ശോഭിതയും സിസ്റ്റർ ദീപയും ഒക്കെ ഈ ഒരു പ്രവർത്തന മേഖലയിൽ ഞങ്ങൾ കൈകോർത്ത് തോള് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. അപ്പം അതിന് ദൈവം ഞങ്ങൾക്കൊരു അവസരം ഒരുക്കി തന്നു. പ്രത്യേകമായിട്ട് ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു.